Don't wanna see, just wanna be free, just wanna be. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഇടയ്ക്ക് നമ്മുടെ ചില ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ടുള്ളവർ നമ്മളോട് ചോദിച്ചായിരുന്നു, നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരാറായി, അല്ല ഡ്രൈവിംഗ് ടൈം ഇത്രയാണ് മിച്ചമുള്ളത്, അങ്ങനെയൊക്കെ എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത്. ഇതേണ്ട ഈ ഒരു സംഭവം കണ്ടോ, ഇതാണ് ഇലക്ട്രോണിക് ലോക്ക് ഡിവൈസ്, ELD എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. ഈ ഒരു സെറ്റപ്പിൽ കൂടെയാണ് ഇത് വേണ്ട നമ്മുടെ ഫ്രണ്ടിലത്തെ സ്റ്റിയറുമായിട്ടുണ്ടല്ലോ, സ്റ്റിയറിംഗ് വീലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വണ്ടി റോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം അനങ്ങി തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഏതോ വീഡിയോയിലുണ്ട്, അത് ഞാൻ ഏതാണെന്ന് വെച്ചാൽ അടി കൊടുക്കാവേ വേണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ 2 ഡ്രൈവേഴ്സിനെ നമ്മൾ തുടങ്ങാൻ നേരത്ത് തന്നെ ലോഗിൻ ചെയ്തിരിക്കണം. എന്നിട്ട് ഒരു ആക്റ്റീവ് ഡ്രൈവറും ഒരു പാസീവ് ഡ്രൈവറും ഉണ്ടാവും. ഇയാൾ സ്ലീപ്പറിലും ഇയാളാണ് ഓടിക്കുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ടൈം വേണ്ട ഇവിടെ ഈ അവേഴ്സ് ഓഫ് സർവീസ് എന്നുള്ള രീതിയിൽ നമുക്കെപ്പോഴും കാണിക്കാം. അപ്പം ഒൻറ്റാറിയോയിലാകുമ്പം MOT മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടും US കയറി കഴിഞ്ഞാൽ DOT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടും. അപ്പോൾ അതിന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങുകളിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ എനിവേ ഈ ഒരു മെഷീനാണ് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ടൈം എത്രയുണ്ട് എന്നൊക്കെ നമ്മളെ കാണിക്കുന്നത്. വേണ്ട അപ്പോൾ നമ്മുടെ ഡോക്ക് റെഡ് ലൈറ്റ് ആയിട്ടുണ്ട്, വിച്ച് മീൻസ് അവർ ലോഡ് ചെയ്യാൻ തുടങ്ങിയ. പിന്നെ ഈ ട്രിപ്പിൻ്റെ വേറൊരു അപ്ഡേറ്റ് ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡാഷ് ക്യാം ഉണ്ടല്ലോ, അത് നമ്മൾ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ELDയുടെ തന്നെ ബ്രാൻഡായിട്ടുള്ള ഓംനി ട്രാക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ ഡാഷ് ക്യാം ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളത് മാറി സൊളേര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ. അപ്പോൾ ഈ സൊളേര എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ പുതിയൊരു ഡാഷ് ക്യാമാണ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-way ക്യാമറയാണ്. അതാണ്ട് ഇത് ക്യാബിൻ്റെ ഉള്ളിലേക്കും അത് ക്യാബിൻ്റെ പുറത്തേക്കും, അങ്ങനെ 2-way ക്യാമറയാണ്. പക്ഷേ ഇത് നമ്മുടെ പ്രൈവസീനെ മാനിച്ച് ഇത് ഒരു ക്യാപ്പ് വെച്ചിട്ട് ലോക്കാണ്, അല്ലെ ക്ലോസ്ഡ്. അപ്പോൾ നമുക്ക് ക്യാബിൻ്റെ ഉള്ളിൽ എടുക്കുകയില്ല. പക്ഷേ ഇത് അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമറ. ബാക്കിയുള്ള എന്നൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻ്റ് ആയിരിക്കാം. ഒരുമാതിരി എല്ലാ ട്രക്കിംഗ് കമ്പനികളും ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് നമ്മളെ 2 ട്രക്കേഴ്സ് കൂട്ടുകാരെ നമ്മൾ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവരുടെ വണ്ടിക്കകത്ത് ഈ ഒരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും ടെസ്ലയുടെ ഓട്ടോ പാർട്സ് ആണ് പിക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൊണ്ട് സ്ട്രാപ്പൊക്കെ കൊടുത്തു, കാരണം അവർ ലോഡ് ചെയ്ത് മുഴുവൻ ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാപ്പ് ഇടാൻ പാടില്ലേ. നമ്മൾ സ്ട്രാപ്പ് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർ സ്ട്രാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തരും. ലോഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ലോഡിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് വേണ്ട പേപ്പർ വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി വലിച്ചിട്ടിട്ട് സ്ട്രാപ്പൊക്കെ ഇട്ട് എല്ലാം ഓക്കെ അല്ലേ നോക്കാം, എന്നിട്ട് നേരെ ബോർഡറിലേക്ക്. വേണ്ട ലോഡെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. വേണ്ട നമ്മൾ പറഞ്ഞ പോലെ ടെസ്ലയുടെ ഓട്ടോ പാർട്സ് ആണേ. അപ്പോൾ എന്തായാലും പേപ്പർ വർക്കെല്ലാം നമ്മൾ ഇമെയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇനി നേരെ നമ്മൾ കോമ്പറിൽ പോയി ഫ്യൂലൊക്കെ അടിച്ചിട്ട് വേണം, എന്നിട്ട് നമ്മുടെ ഏസ് മാനിഫെസ്റ്റും ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏസ് മാനിഫെസ്റ്റും കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൻസർ ബോർഡർ അല്ലേ, വിൻസർ ക്രോസ് ചെയ്ത് ഡിട്രോയിറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്.
വിൻസർ റൂട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ള കോംബർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ BVD പെട്രോൾ പാസിൽ നിന്ന് നമ്മൾ ഫ്യൂവലെല്ലാം അടിക്കുന്നത്. എന്തായാലും നമ്മൾ വാഷ്റൂം എല്ലാം ഉപയോഗിച്ച് ഫുള്ള് ഫ്യൂവലങ്ങ് അടിച്ചേക്കാം. അപ്പം ഫ്യൂലിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യേണ്ട ഏസ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ടല്ലോ. Road is not cleared yet. It might take some time. We'll let you know. അടിപൊളി. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏസ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേപ്പർ മേടിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിന് പോയതായിരുന്നു അർജുൻ ഭായി. ഇപ്പോൾ ലോഡ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് ആ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അർജുൻഭായിനെ കണ്ടിട്ടുണ്ടോ? വിക്രത്തിന്റെ ലുക്ക് ഉണ്ടെന്ന് പുതിയ കമന്റ് വന്നിട്ടുണ്ട്. സൈഡിൽ കൂടെ സത്യമായിട്ടും വിക്രത്തിനെ വെള്ളം നിറച്ച് വെറുപ്പിച്ച്. കിട്ടിയോ ബ്രോ? കറക്റ്റ് അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ ആയി സ്ഥിതിക്ക് നമുക്കിനി നേരെ ബോർഡറിലേക്ക് പോയേക്കാം. ഡിട്രോയിറ്റ് ബോർഡർ. എന്തായാലും നമ്മൾ മിഷിഗൺ എടുക്കുമ്പോഴത്തേക്കും സ്നോയുടെ അളവെല്ലാം പൊതുവെ കുറഞ്ഞു വരുവാണ്. ടെമ്പറേച്ചർ -1. വേണ്ട പ്രകൃതിയൊക്കെ നോക്കുമ്പോഴത്തേക്കും പൊതുവെ വീണ് കിടക്കുന്ന സ്നോ എല്ലാം കുറവാണ്. എല്ലാം മെൽറ്റായി പോയതായിരിക്കണം. ഏകദേശം 2:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അംബാസഡർ ബ്രിഡ്ജ് ബോർഡറിൽ എത്തി കേട്ടോ. ഇപ്പോൾ ബോർഡർ ക്രോസിങ്ങും പരിപാടികളൊക്കെ. ഈ പാലത്തിൻ്റെ അപ്പുറം കാണുന്ന ഡിട്രോയിറ്റ് നഗരമാണ്. നമ്മുടെ പഴയ വീഡിയോകളൊന്നും കാണാത്തവർക്ക് ഇതൊക്കെ പുതിയതായിരിക്കുമല്ലോ. കാരണം കുറേ നാളായി നമ്മളിപ്പം സാർണിയെ ക്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ കാണുന്നതാണ് ഡിട്രോയിറ്റ്. എന്തായാലും നമ്മൾ ബോർഡറിൽ എത്തുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ല കേട്ടോ. സാധാരണ ഇവിടെ ഉണ്ടാവാറുള്ള ആ ഒരു തിരക്കില്ല. Morning of it's soda pots for Tesla. Home cooked meals and apples.
2 of us, yes. Have a good day. Thank you, officer. Thank you. ബാസ്ട്രോയിലാണോ ലക്ഷ്യം വെക്കുന്നത്? പോയി കിടക്കാൻ. Mumbai. We are going to Livermore. അപ്പോൾ ഫേർലി നമ്മള് ഫേൺലി വെതർ നല്ലതാണ്. മറ്റേ ട്രക്കിംഗ് ക്രോസ് ചെയ്ത് റിപ്പണി പോയി കിടക്കാം. അപ്പൊ നമുക്ക് വെറുതെ ചെയിൻ ഇടണ്ടല്ലോ. വെതർ ബാഡാണെന്നുണ്ടെങ്കിൽ ഫേൺലേക്ക് കിടന്നിട്ട് വെതർ മാറി കഴിയുമ്പോ നേരത്തെ ഇറങ്ങി എന്തൊക്കെ ഗുണങ്ങളാണ്. അങ്ങനെ ബോർഡർ എല്ലാം സക്സസ്ഫുൾ ആയി ക്രോസ് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ഫ്യൂലിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള നെബ്രാസ്കയിലെ അറോറ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ഏകദേശം 3:30-3:45 ആകുമ്പോഴത്തേക്കും നമ്മൾ മിഷിഗണിലെ ഡെക്സ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി. ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ച് ആയേ. ഇനിയിപ്പോൾ അർജുൻബായ ആയിരിക്കും വെളുപ്പിന് 3 മണി വരെ വണ്ടി ഓടിക്കുന്നത്. സമയം 3:30 കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഓൾറെഡി ഇരുട്ടാവുന്ന ആ ഒരു സെറ്റപ്പായേ. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറേ പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. കാരണം വിൻ്ററിൽ പെട്ടെന്ന് രാത്രി ആവുകയും താമസിച്ചാണല്ലോ സൂര്യൻ വരുന്നത്. കുറച്ച് സമയം നമുക്ക് ഡേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷ്വൽസിനൊന്നും ഒത്തിരി സമയം ഉണ്ടാവുകയില്ല. ഇപ്പോൾ കണ്ടില്ലേ 3:30 കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഓൾറെഡി ഒരു അങ്ങ് നൈറ്റ് ആവാനായിട്ടുള്ള ഒരു മൂഡായി. നമ്മളങ്ങനെ മിഷിഗണിലെ മാർഷൽ എത്തി കേട്ടോ. മാർഷൽ എത്തുമ്പോഴത്തേക്കും വേണ്ട പയ്യെ സ്നോ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് സ്നോ ഉണ്ടാവുന്നതാണ് പ്രഡിക്ഷൻ. നമുക്ക് നോക്കാം. പുറത്തെന്തായാലും മഞ്ഞെല്ലാം പെയ്തോണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇന്നലെ രാത്രി കഷ്ടിച്ച് 1 മണിക്കൂർ ഉറങ്ങി. അതുകൊണ്ട് തന്നെ ഇനി ഒത്തിരി നേരം ഇരിക്കാൻ വയ്യ, കിടക്കാൻ പോവാം. ബാക്കി വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് നാളെ കാണാം. നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസം വ്ലോഗ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഒൻറ്റാറിയോ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. ഏകദേശം 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അർജുൻബായും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തതാണ്. അയോവയിൽ വെച്ചിട്ടാണ് ഷിഫ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തത്. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന അവിടെയൊക്കെ -10 ആയിരുന്നു. രാത്രിയിൽ -10 വരെയാണ് പോയെന്ന് വേണം. റോഡിലെല്ലാം ഈ വെള്ളമൊക്കെ കൂടിക്കിടന്നിടത്തെല്ലാം നല്ല ബ്ലാക്ക് ഐസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മളെന്തായാലും അയോവയിൽ നിന്ന് നെബ്രാസ്ക ക്രോസ് ചെയ്ത് ഇപ്പോൾ ഒമാഹ ഈ കൂടെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ് വ്ളോഗ് തുടങ്ങാമെന്നുള്ള, ഒന്ന് വെട്ടമൊക്കെ വീണിട്ട് വ്ളോഗ് ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഒന്ന് തുടങ്ങി വെച്ചേക്കാൻ നോക്കും. രാവിലെ എണീറ്റ് പതിവ് പോലെ നമ്മുടെ ഓട്സും ഉണ്ടാക്കി 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു.
12 മണി മുതൽ, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ നല്ല സ്നോഫോളാണ് ഇവിടെ എന്ന് പറഞ്ഞ വാണിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ഐസിൻ്റെ ഒക്കെ പ്രതീക്ഷയും കൂടെ ഉള്ളതുകൊണ്ട്, കാരണം -6 ഒക്കെ ആണല്ലോ, ഇവർ റോട്ടിൽ മഞ്ഞിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഓൾറെഡി ഉപ്പും പരിപാടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് റോഡിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഈ ഗ്ലാസ് വിൻഷീൽഡൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ഈ തെന്നി തെറിച്ച് കിടക്കുമ്പോഴത്തേക്കും രാത്രി പോകുമ്പോഴത്തേക്കും അതിങ്ങനെ തിളങ്ങൂല്ലേ, അത് തിളങ്ങുമ്പോഴത്തേക്കും ചില്ല് പൊട്ടിക്കിടക്കണാണോ എന്നുള്ള ഒരു സംശയം തോന്നില്ല. അതേ രീതിയിൽ ഈ ഉപ്പൊക്കെ കിടന്നിട്ട് അതിങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിളങ്ങും. പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഇങ്ങനെ തിളങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ വിൻഷീൽഡ് പൊട്ടി ചിന്നിച്ചതറ ഇങ്ങനെ കിടക്കില്ലേ, അതേ സെറ്റപ്പ്. ഏട്ടാ നമ്മളിപ്പോൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഉള്ളൂ, വേണ്ട യവന്മാരാണ് ആ ഉപ്പിട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ. തെന്നിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിടുന്നത്. ഈ ഉപ്പിടുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അത് പല കാറ്റഗറിയിൽ അല്ലെ പല ഷേപ്പിലും ഒക്കെ പെട്ടിട്ടുള്ള വണ്ടികളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത്. അതായത് വണ്ടി പോകുന്നത് ഒരു L ഷേപ്പിലാണ്. അതായത് അതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷൻ ട്രാക്ടർ നേരെ, ബാക്കിലത്തെ പോർഷൻ ട്രെയിലർ ഈ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനം ഒരു L ഷേപ്പിൽ ചെരിഞ്ഞും കൂടെ നിന്ന് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ആ L ഷേപ്പിൽ നേരെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമുക്ക് ഫ്യൂവൽ അടിക്കാനുള്ള അറോറ എന്ന് പറയുന്ന ലൊക്കേഷൻ ഏകദേശം 170 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് വിൻഷീൽഡ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. കാരണം ഇന്നലെ അർജുൻപാട് ഷിഫ്റ്റിലൊക്കെ നിറയെ സ്നോ അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ വിൻഷീൽഡൊക്കെ ഇച്ചിരി ഡേർട്ടിയാണ്. അപ്പം ഞാൻ ആദ്യം നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തോടത്തുനിന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കി. പക്ഷേ അവിടുത്തെ ആ വെള്ളമെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുമായിരുന്നു. കാരണം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഷീൽഡൊക്കെ ക്ലിയർ ചെയ്യേണ്ട ആ ലിക്വിഡ് ഉണ്ടല്ലോ, അത് മൈനസ് ടെമ്പറേച്ചറിലും ഫ്രീസ് ആവാത്ത ടൈപ്പ് സ്പെഷ്യൽ ലിക്വിഡ് ആയിരിക്കും. പക്ഷേ സാധാരണ അത് ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ചെറിയ ഫ്യൂൽ സ്റ്റേഷൻസിലൊക്കെ അവരത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ബക്കറ്റെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ആ സൊല്യൂഷൻ തന്നെ പ്രോപ്പറായിട്ട് വെക്കാതെ അവർ കുറച്ച് പകുതി സൊല്യൂഷനും പകുതി വെള്ളവും കൂടെ വെക്കുന്നതുകൊണ്ട് അത് കട്ടയായിട്ട് കിടക്കും. അതേസമയം അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ആനുപാതികമായിട്ട് കലക്കിയാൽ മാത്രമേ അത് ഫ്രീസ് ആവാണ്ട് അതിൻ്റേതായ ആ ഒരു ലിക്വിഡ് ഫോമിൽ നിൽക്കുകയുള്ളൂ. കട്ട പിടിച്ച് കിടന്നാൽ പിന്നെ നമുക്ക് അതും വെച്ചുകൊണ്ട് ചില്ല് ക്ലിയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഈ ഒന്നാമത് ഇത്രയും മൈനസ് ടെമ്പറേച്ചറല്ലേ, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെ നമ്മുടെ സമയം 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ നെബ്രാസ്കയിലെ അറോറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേ. അപ്പോൾ ഈ ലൗസിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഫ്യൂൽ ചെയ്യുന്നത്, US കയറിയിട്ടുള്ള ആദ്യത്തെ ഫ്യൂലിങ്. നമുക്കെന്തായാലും നമ്മുടെ ഇലക്ട്രോണിക് ലോഗിൽ ഓൺ ഡ്യൂട്ടി ഫ്യൂലിംഗ് ഒക്കെ ഇട്ടിട്ട് ഡീസലൊക്കെ അടിക്കാം. ടെമ്പറേച്ചർ ഇപ്പോഴും വേണ്ട -6 തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആടയാഭരണങ്ങളൊക്കെ ഇടാം. വേണ്ടേ, നിങ്ങൾ ഈ വെള്ളം കണ്ടോ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വിൻഷീൽഡൊക്കെ ക്ലീൻ ചെയ്യുന്ന വെള്ളം, ആ ഒരു സൊല്യൂഷൻ. ഇത് സാധാരണ വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ ഇത് ഫ്രോസൺ ആയി കട്ട പിടിക്കുവേ. ഇതുകൊണ്ട് നമുക്ക് വിൻഷീൽഡൊക്കെ ക്ലീൻ ചെയ്യാം. എല്ലാം ഡീസലെല്ലാം അടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അകത്ത് പോയെന്ന് വാഷ്റൂമൊക്കെ ഉപയോഗിച്ച് ഒരു കാപ്പിയും കൂടെ എടുത്തിട്ട് പോയേക്കാം. ലൗസിലൊക്കെ കാപ്പി എടുക്കാൻ വരുമ്പോഴത്തേക്കും വേണ്ട നമുക്ക് ടീയുടെയും കോഫിയുടെയും എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. ഇത് വിവിധ തരത്തിലുള്ള ടീയുടെ ടീ ബാഗ്സ് ആണ്, ഹോട്ട് വാട്ടർ. അതോടൊപ്പം തന്നെ ഓൾറെഡി ബ്രൂ ചെയ്ത് വെച്ചേക്കുന്ന ടൈപ്പ് കോഫി ഉണ്ടല്ലോ, അങ്ങനത്തെ കോഫിയുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രഷ്ലി ബ്രൂ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ നമ്മളിപ്പോൾ മെഷീൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഫ്രഷായിട്ട് അങ്ങനെ വരുന്ന മെഷീനുണ്ടല്ലോ, അപ്പോൾ ആ ടൈപ്പ് കോഫിയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്പെഷ്യാലിറ്റി കോഫീസ്, ഇപ്പോൾ ഫ്രഞ്ച് വാനിലയോ ക്യാപ്പുച്ചിനോ ഒക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള മെഷീനുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്കെടുക്കാം. നമുക്കിതെല്ലാം ഫ്രീ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡീസൽ അടിക്കുന്നതല്ലേ, അപ്പോൾ നമ്മുടെ ലോയൽറ്റി കാർഡ് കാണിച്ചാൽ മതി.
നമുക്ക് എന്തെങ്കിലും ഒരു സാൻഡ്വിച്ചും കൂടെ എടുക്കാം. കാരണം ഓൾറെഡി ഇത്രയും നേരം ആയല്ലോ, കുറച്ച് നേരമായി. നമുക്ക് സാധാരണ എനിക്ക് ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റാണ് ഇഷ്ടം. പക്ഷെ ഫ്രഞ്ച് ടോസ്റ്റിൽ ഷുഗർ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എനിവേസ് വല്ലപ്പോഴും അല്ലേ ഉള്ളല്ലേ, എന്നാൽ പിന്നെ അത് തന്നെ എടുത്തേക്കാം. അപ്പം എന്താണ് നമ്മൾ ചീസും സാൻഡ്വിച്ചും ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ലക്ഷ്യം നെവാഡയിൽ നിന്നാണ് നമ്മുടെ അടുത്ത ഫ്യൂലിംഗ് ലൊക്കേഷൻ. വേണ്ട, നിങ്ങളിപ്പോൾ സമയം നോക്കിക്കേ. നമ്മൾ ഓൺ ഡ്യൂട്ടി ഫ്യൂലിംഗ് ഇട്ടിട്ട് ഡ്യൂറേഷൻ 20 മിനിറ്റ് ആയി. അപ്പോൾ 20 മിനിറ്റാണ് നമ്മൾ ഫ്യൂലിങ്ങിന് എടുത്തത് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് ട്രാക്ക് ചെയ്യും. അതുകൂടാതെ നമുക്ക് വേണ്ട നമ്മുടെ 8 ദിവസത്തെ ട്രാക്കിങ് ഇവിടെ 8 ഡേയ്സ് ഞെക്കിയാൽ കഴിഞ്ഞ 8 ദിവസത്തെ നമ്മുടെ ഓരോരോ പരിപാടികളും, അതോടൊപ്പം തന്നെ ഡയലോഗിൽ ഞെക്കിയ ഓരോ ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് എത്ര നേരം എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്കിതിൻ്റെ അകത്ത് അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെയാണ്, അതായത് നമ്മളെ എവിടെയെങ്കിലും ഇവിടുത്തെ DOT പോലീസോ ഒക്കെ പുൾ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടാണ് വണ്ടി ഓടിക്കണമെന്ന് അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്. ഈ ലോഗിൻ്റെ കാര്യത്തിലെ നിയമങ്ങളൊക്കെ ഭയങ്കര കർശനമാണ് കേട്ടോ. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു വള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 14 ദിവസത്തെ ലോഗ് അതിൽ റിമൈൻ ചെയ്യും. നമ്മളെവിടെയെങ്കിലും പോലീസൊക്കെ പുൾ ഓവർ ചെയ്യുമോ അല്ലെ DOT പുൾ ഓവർ ചെയ്യുമോ അല്ലെ സ്കെയിലൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ 14 ദിവസത്തെ അവർ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ മേജറായിട്ടുള്ള വയലേഷൻസും മൈനറായിട്ടുള്ള വയലേഷൻസും എല്ലാം ഉണ്ടാവും. വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ചും കണ്ട് വണ്ടി റോഡിൽ ഇറക്കാവുള്ളൂ. ഇതിൻ്റെയൊക്കെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡ്രൈവർമാർ ക്ഷീണമില്ലാതെയും ആവശ്യത്തോട് റെസ്റ്റും കൊണ്ടും എല്ലാം എടുക്കുന്നതിന് മുമ്പ് അവരവരുടെ എക്വിപ്മെൻ്റ് എല്ലാം പ്രോപ്പറാണ്, ബ്രേക്സും കാര്യങ്ങളും എല്ലാം റോഡിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് പ്രോപ്പറായിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു പരിധി വരെ മാത്രമാണ്, ഒന്നും പെർഫെക്റ്റ് അല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലീഗൽ ഡ്രൈവിംഗ് ടൈം ആണല്ലോ. ലൈക്ക് ഇൻ ദ സെൻസ് നമ്മൾ ഈ ഒരു കൊമേഴ്സ്യൽ വണ്ടി ഓടിക്കുന്നതിന് മാത്രമേ ലോഗുള്ളല്ലോ. ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ദൂരം ഓടിച്ചിട്ടാണ് വരുന്നത്, അല്ല റെസ്റ്റ് കഴിഞ്ഞിട്ടാണോ വണ്ടി എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ലോ. അപ്പം നമ്മുടെ ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു എക്വിപ്മെൻറ്റ് നമ്മൾ റോഡിൽ ഇറക്കുക എന്നുള്ളത്. കാരണം എന്താണ്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് 120 കിലോമീറ്റർ വരെ സ്പീഡിലാണ്. അപ്പം ഇത്രയും വെയിറ്റുള്ള ഈ ഒരു വണ്ടി അത്രയും സ്പീഡിൽ പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു അബദ്ധത്തിൽ ഒന്ന് ചെന്ന് കയറി കഴിഞ്ഞാൽ എത്ര വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ആ ഒരു കൊളീഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായി? ആ ഒരു ഡാമേജ് നമ്മുടെ ഒരു ജീവിതത്തെ തന്നെ തകർത്ത് കളയാവുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്കായി മാറുന്നതിന് മുമ്പ് നമ്മൾ എത്രമാത്രം കരുതലോടുകൂടി വേണം എന്ന് ഓടിക്കണം എന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യും ഈ ELD. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളത് കേട്ടോ.